भारत माता की जय, भारत माता की जय, वंदे मातरम। കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് നിരവധി വർഷങ്ങളായുള്ള പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഫലമായാണ്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് തുടങ്ങിയ നിരവധി നേതാക്കൾ സ്വാതന്ത്ര്യത്തിനായി പോരാടി. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. അതിൻ്റെ ഓർമ്മയ്ക്കായാണ് നാം എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യം എന്നത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം മാത്രമല്ല, ഓരോ വ്യക്തിക്കും ബഹുമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള അവകാശം കൂടിയാണ്. സൈക്കോ സോഷ്യൽ റിഹാബിലിറ്റേഷനിലൂടെ ഓരോ വ്യക്തിയുടെയും കഴിവുകൾ തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് സമൂഹത്തിൽ സ്വതന്ത്രമായി ജീവിക്കാൻ നാം സഹായിക്കും. സ്വാതന്ത്ര്യദിനത്തിൽ എല്ലാവരെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല സമൂഹത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ. ജയ് ഹിന്ദ്, വന്ദേ മാതരം. മയക്കുമരുന്ന് വിമുക്ത ഭാരത പ്രതിജ്ഞ. യുവത്വമാണ് ഏതൊരു രാജ്യത്തിൻ്റെയും ഊർജവും ശക്തിയും. സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വികസനത്തിൽ യുവജനങ്ങളുടെ പങ്ക് അത്യന്തം നിർണായകമാണ്. അതിനാൽ പരമാവധി യുവജനങ്ങൾ മയക്കുമരുന്ന് വിമുക്ത ഭാരതം എന്ന ദേശീയ പ്രചാരണത്തിൻ്റെ ഭാഗമാകേണ്ടത് അനിവാര്യമാണ്. രാജ്യം ഉയർത്തുന്ന ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് നാം നശാമുക്ത ഭാരത് അഭിയാൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ ഒന്നിച്ചു ചേരുകയും നമ്മുടെ സമൂഹവും കുടുംബവും സുഹൃത്തുക്കളും മാത്രമല്ല നാമും മയക്കുമരുന്ന് വിമുക്തരാകുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. കാരണം യഥാർത്ഥ മാറ്റം ആരംഭിക്കേണ്ടത് നമ്മിൽ നിന്നാണ്. അതിനാൽ നമ്മുടെ കൊല്ലം ജില്ല മയക്കുമരുന്ന് വിമുക്തമാക്കുന്നതിനായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദൃഢനിശ്ചയം എടുക്കാം. പ്രതിജ്ഞ: എൻ്റെ രാജ്യത്തെ മയക്കുമരുന്ന് വിമുക്തമാക്കുന്നതിനായി എൻ്റെ കഴിവിൻ്റെ പരമാവധി എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഭാരതമെന്നാൽ ആരിൻ നടുവിൽ കേവലമൊരു പിടി